PDP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് ബാബറി മസ്ജിദ് ഫാസിസ്റ്റ് വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും നടത്തി. ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനം PDP വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ഉദ്ഘാടനം ചെയ്തു. PDP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാബറി മസ്ജിദ് ഫാസിസ്റ്റ് വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കായംകുളം ONK ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി നഗരം ചുറ്റി സമ്മേളന നഗരിയായ മേടമുക്കിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനം PDP വൈ ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ ഉദ്ഘാടനം ചെയ്തു. PDP ജില്ലാ പ്രസിഡന്റ് സിനോജ് താമരക്കുളം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷുക്കൂർ മോറിസ് സ്വാഗതവും PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് ചേർപ്പ് മുഖ്യപ്രഭാഷണവും നടത്തി. യോഗത്തിൽ INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഫാസിസത്തിനെതിരെ മാനവ സന്ദേശം നൽകി. മൻസൂർ കായംകുളം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. PDP സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കളായ N അനിൽകുമാർ, PT ഷംസുദ്ദീൻ പൂക്കുട്ടി, TM രാജ, ഗഫൂർ കോയാമൻ, ഷാഷിം S കുന്നേൽ, അബ്ദുൾ സലാം, കബീർ അരൂർ, ഷറഫുദ്ദീൻ രാമഞ്ചിറ, സിയാദ് രണ്ടാംകുറ്റി, ഷാനവാസ് ആലപ്പുഴ, ഷാജഹാൻ വന്തികപ്പള്ളി, AR സജീവ് എന്നിവർ സംസാരിച്ചു. മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദ് ഫാസിസ്റ്റ് ശക്തികൾ തല്ലി തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ വർഗീയ ലഹള ഫാസിസ്റ്റ് ശക്തികൾ ആരാധനാലയങ്ങൾ തകർത്തതും പോരാ, ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായം, വിശിഷ്യ മുസ്ലിം സമുദായത്തെ വകവരുത്തിക്കൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ട് മുന്നോട്ട് പോയ സാഹചര്യമൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഞാൻ ആ കാര്യങ്ങളിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. ബാബറി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷം പല പ്രശസ്തമായ മുസ്ലിം ആരാധനാലയങ്ങളും അതിന് എതിരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഏറ്റവും അവസാനമായി കണ്ടതാണ്, നമ്മളെല്ലാം കേട്ടതാണ്, UPയിലെ ഷാഹി മസ്ജിദ്. ആ ഷാഹി മസ്ജിദിനെതിരെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഫാസിസ്റ്റ് ശക്തികളെ കോടതിയെ സമീപിച്ചു. കോടതി അവിടുത്തെ മസ്ജിദിന്റെ കമ്മിറ്റിക്ക് നോട്ടീസ് നൽകി. അതോടൊപ്പം തന്നെ അവിടെ സർവേ നടത്തുന്നതിനുള്ള അനുവാദവും നൽകിയ സാഹചര്യത്തിൽ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച യുവാക്കളെ കായംകുളം